ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 15 മിനിറ്റ് ടൈഡി അപ്പ് റൂളിനെ കുറിച്ചാണ്. അതിൻ്റെ ഗുണങ്ങളും എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ 15 മിനിറ്റ് ടൈഡി അപ്പ് റൂളിൻ്റെ കാര്യം, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് റിയലിസ്റ്റിക് ആണ്. ആർക്ക് വേണമെങ്കിലും ഒരു 15 മിനിറ്റ് നമുക്ക് ഏറ്റവും തിരക്കുള്ളൊരു ദിവസവും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലേ? അപ്പോൾ മണിക്കൂറുകളോളം ക്ലീനിങ് എന്ന് ചിന്തിക്കുന്നതിന് പകരം ഈ ടാസ്കിനെ നമ്മൾ ഷോർട്ടായിട്ട് മാനേജബിൾ സെഷൻസ് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ തന്നെ നമുക്കതൊരു ബേർഡനായിട്ട് ഫീൽ ചെയ്യാതെ ഒരു ക്വിക്ക് റീസെറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ആയിട്ടുള്ള അമ്മമാർക്ക് ഈ ഒരു കാര്യം നല്ല ഇഫക്റ്റീവായിരിക്കും. അപ്പോൾ കുറേ ഓവർ ദ ടൈം നമ്മൾ ഇത് ഇങ്ങനെ ആഡപ്പ് ചെയ്ത് കാര്യങ്ങൾ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും, നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഒരുപാട് ഇൻറ്റൻസീവായിട്ട് ചെയ്യുന്നതിനേക്കാളും നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഡെയിലി റീസെറ്റാണ്. അതായത് രാവിലെ തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയം, മോർണിംഗോ ആഫ്റ്റർനൂണോ ഈവനിങ്ങോ നമുക്ക് പറ്റുന്നതനുസരിച്ച് ഒരു 15 മിനിറ്റ് ടൈഡി അപ്പ് ചെയ്യുക. അതായത് ഒരു റീസെറ്റ് ബട്ടൺ പോലെ. അതായത് ഇപ്പോൾ ഒരു വൈകുന്നേരം എടുക്കാം, അപ്പോൾ നമ്മൾ ഒരു ഈവനിങ് ടൈഡി ചെയ്യുകയെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ രാവിലെ നല്ലൊരു ഫ്രഷ് ഹോമിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഫ്രഷ് ഹോമിലേക്ക് നമുക്ക് എഴുന്നേറ്റ് വരാൻ പറ്റും. അപ്പോൾ ഈ ഏത് സമയത്താണെങ്കിലും നമ്മൾ ഈ ഒരു ഡെയിലി ഹാബിറ്റ് ചെയ്യുവാണെങ്കിൽ ഒരുപാട് ക്ലട്ടേർഡായിട്ട് പോവില്ല. ഒരു മെയിൻ്റനൻസ് മോഡ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ എപ്പോഴും നമുക്കൊരു മിനി റീസെറ്റ് നമ്മുടെ വീടിന് ഒരു ചെറിയ കാംനെസ്സൊക്കെ കൊണ്ടുവരും. നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാനും കാര്യങ്ങൾ എളുപ്പമാക്കാനും ഹെൽപ്പ് ചെയ്യും. ഈ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫാമിലീനെ ഇതിൽ ഇൻവോൾവ് ചെയ്യാം. നമ്മളൊറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഹോൾ ഫാമിലി ചെയ്യുമ്പോഴത്തേനും നമുക്കൊരു ടൈമറൊക്കെ ഇട്ട് മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് ഓരോരുത്തർക്കും ഓരോ ടാസ്കൊക്കെ വെച്ച് അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വീടെല്ലാം പയ്യെയാണ് മെസ്സി ആവുന്നത് അല്ലേ? കുറച്ചങ്ങ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്കത് എടുക്കാൻ പറ്റാത്ത പോലെയാവും. അപ്പോൾ ഡെയിലി നമ്മളൊരു 15 മിനിറ്റ് ടൈഡി അപ്പ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ചെറിയ ക്ലീനപ്പുകളായിരിക്കും. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സർഫസസ് ക്ലീൻ ചെയ്യാം, സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് പഴയ സ്ഥാനത്തേക്ക് എടുത്ത് വയ്ക്കുക. ഇങ്ങനെ നമ്മൾ റെഗുലർലി ഒന്ന് ചെയ്ത് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററായിട്ട് വീട് കെടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും ലാസ്റ്റ് നമ്മളെല്ലാം കൂടി എടുത്ത് ചെയ്യുന്നതിനേക്കാളും ഒത്തിരി ഈസി ആയിരിക്കും അങ്ങനെ ചെയ്യുന്നത്. പിന്നത്തെ ഒരു കാര്യം, നമുക്ക് ഒരുപാട് സ്ട്രെസ്സും മെൻ്റൽ ലോഡും ഒക്കെ കുറയ്ക്കാൻ പറ്റും. നമുക്ക് ആകെ ഒരു അൺപ്രൊഡക്റ്റീവ് ഫീലായിരിക്കും. അപ്പോൾ നമ്മളുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ 15 മിനിറ്റ് ടൈഡി അപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒരു ക്വിക്ക് റീസെറ്റ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ വീടൊന്ന് ശരിയാവുന്നുള്ളൊരു ഫീല് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പ്രഷർ ഉണ്ടാവില്ല. നമുക്കൊന്ന് റിലാക്സ് ചെയ്ത് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കൂടുതൽ കാമറായിട്ടിരിക്കുകയും ചെയ്യും വീട്. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു ക്ലാരിറ്റിയും പോസിറ്റിവിറ്റിയും എല്ലാം നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീട് വൃത്തിയാക്കുക മാത്രമല്ല, നമ്മുടെ മെൻ്റൽ ഹാപ്പിനെസ്സും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഏരിയാസ് ലൈക്ക് ലിവിങ് റൂം, കിച്ചൺ, എൻട്രി വേ, ഇതൊക്കെ പെട്ടെന്ന് മെസ്സിയാവും അല്ലേ? അപ്പോൾ ഈ ഒരു ഏരിയാസിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. കുറച്ച് നേരം നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലാം സെറ്റാക്കാനും കുഷനൊക്കെ ഒന്ന് റെഡിയാക്കി കൗണ്ടേഴ്സൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് അങ്ങനെ പെട്ടെന്നൊന്ന് ചെയ്യുമ്പോഴത്തേനും ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന സ്ഥലം പെട്ടെന്ന് തന്നെ വീട് നമ്മൾ ക്വിക്കായിട്ട് ഒന്ന് ഓക്കെ ആയ പോലെ തോന്നും. എല്ലാം ഒന്നും നമുക്ക് ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു ഇമ്പോർട്ടൻറ്റ് സ്പോട്ട്സ് ഒന്ന് ക്ലീൻ ചെയ്ത് പോയാൽ മതി. അപ്പോൾ എപ്പോഴും നമ്മുടെ വീടൊന്ന് പ്രസൻറ്റബിളായിട്ട് ഇരിക്കുകയും ചെയ്യും. അതുപോലെ നമുക്ക് കുറച്ച് ഫോക്കസ്ഡ് ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ഒരു 15 മിനിറ്റ്സ് നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ നേരമല്ല, ജസ്റ്റ് 15 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു സമയം നമ്മൾ നല്ല ഫോക്കസായിട്ട് കാര്യങ്ങൾ ചെയ്യുക. ലൈക്ക് ഇപ്പം നമ്മൾ കൗണ്ടർ ടോപ്സ് വെച്ചിട്ട് ക്ലിയർ ചെയ്യുവാണെങ്കിലോ അല്ലെങ്കിൽ ലോണ്ട്രി ചെയ്യുവാണെങ്കിലോ എല്ലാം നമ്മളൊരു 15 മിനിറ്റ്സ് കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ ഒരു ഗെയിം പോലെ ആ സമയം നമ്മൾ കറക്റ്റ് ഒട്ടും സമയം കളയാതെ തന്നെ കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് സാധാരണ നമ്മൾ പയ്യെ ചെയ്യുന്നതിനേക്കാളും ഒത്തിരി കൂടുതൽ നമുക്ക് അച്ചീവ് ചെയ്യുന്ന പോലെ കിട്ടുകയും ചെയ്യും. സോ അങ്ങനെ ഒരു ഗുണം കൂടി നമ്മുടെ ഈ 15 മിനിറ്റ് ടൈഡി അപ്പിന് എന്താ പറയുക, അങ്ങനൊരു ഗുണം കൂടി ഉണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്കൊരു മൂഡ് ബൂസ്റ്റ് ചെയ്യാനത് ഹെൽപ്പ് ചെയ്യും. നമ്മളൊരു മോട്ടിവേഷൻ ഇല്ല, മടി പിടിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഒരു 15 മിനിറ്റ് ടൈമർ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു എനർജി കിട്ടുന്ന പോലെയാണ്.
പെട്ടെന്ന് ആ ഒരു ചെയ്യുന്ന ആ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി നമുക്ക് ഒരു റിവാർഡ് പോലെ, അതായത് ആ വീട് ക്ലീൻ ആകുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു റിവാർഡ് പോലെ മൈൻഡിന് കുറച്ചൊരു ഹോർമോൺസൊക്കെ ഒന്ന് റിലീസ്ഡ് ആവും. അപ്പോൾ നമുക്ക് ഈ നീട്ടി വെക്കുന്ന ശീലം ഒഴിവാക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും, നമ്മുടെ മടി മാറ്റാനും ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. 15 മിനിറ്റ്സ് അല്ലേന്ന് വെച്ചിട്ട് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാനും കുറച്ച് എളുപ്പമായിരിക്കും. പിന്നെ നമുക്കിതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. അതുപോലെ വീക്കെൻഡിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് എക്സോസ്റ്റിംഗ് ആവുന്നത് നമുക്ക് ഒഴിവാക്കാൻ ഈ ഒരു കാര്യം ഹെൽപ്പ് ചെയ്യും. ചെറിയ ചെറിയ മെസ്സുകൾ നമ്മൾ 15 മിനിറ്റ്സിൽ ചെയ്തിട്ട് നമ്മുടെ വീക്കെൻഡ്സ് നമുക്ക് കുറച്ച് ഫ്രീ ആവാനും ഫാമിലി ടൈമിനും ഹോബീസിനും ഒക്കെ സ്പെൻഡ് ചെയ്യാനും നമുക്ക് സമയം കിട്ടും. അപ്പോൾ സസ്റ്റൈനബിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് നമ്മുടെ ഹോം ഒന്ന് ക്ലീനാക്കി വെക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ നമുക്ക് ഒരു ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. 15 മിനിറ്റ് ഉള്ളതുകൊണ്ട് നമ്മളിത് ചെയ്തു പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്നും അത് ചെയ്തു പോകുമ്പോഴത്തേനും അത് നമ്മൾ യൂഷ്വലി ചെയ്യുന്നൊരു കാര്യമായിട്ട് അത് മാറുകയും ചെയ്യും. ഓവർ ദ ടൈം നമുക്ക് വീട് മാനേജ് ചെയ്യാൻ കുറേയും കൂടി ഈസിയറായിട്ട് വരികയും ചെയ്യും. അതൊരു സ്ട്രെസ്ഫുൾ കാര്യമായിട്ട് മാറില്ല. അപ്പോൾ പിന്നെ നമുക്കത് മനസ്സിലാക്കുകയും ചെയ്യും. അതായത് ചെറിയ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതാണ് നമ്മൾ ഒരു ക്ലീൻ ചെയ്യാനുള്ളൊരു സമയം വരുന്നത് വെയിറ്റ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് അതാണെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം 15 മിനിറ്റ് ഐഡിയ എന്നുള്ളത് നമുക്ക് നമ്മുടെ ലൈഫിൻ്റെ അതർ ഏരിയാസ്, അതായത് നമ്മുടെ ജോലിയിലും ഹെൽത്തിലും റിലേഷൻഷിപ്പിലും എല്ലാം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അത് വലിയ ചേഞ്ചസ് കൊണ്ടുവരികയും ചെയ്യും. ചെറിയൊരു പ്രാക്ടീസാണ്, പക്ഷെ ലൈഫ് ലോങ് നമുക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സോ ഇന്നത്തെ വീഡിയോ 15 മിനിറ്റ് ഐഡിയപ്പിനെ കുറിച്ചായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും വർക്കൗട്ട് ആവും. അപ്പോൾ നമുക്ക് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.